കേരള ചലച്ചിത്ര അക്കാദമി ഓഗസ്റ്റ് 8 മുതൽ 11 വരെ കോഴിക്കോട് നടത്തുന്ന മേഖലാ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ജൂലൈ 28 തിങ്കളാഴ്ച തുടങ്ങി. രാവിലെ 11-ന് നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. നടി പ്രിയ ശ്രീജിത്ത് പങ്കെടുത്തു. 2018 ശേഷം ഇക്കുറിയാണ് മേഖലാ ചലച്ചിത്രോത്സവം കോഴിക്കോട്ടെത്തുന്നത്. ലോക സിനിമയുടെ സമകാലിക പരിച്ഛേദമായ 58 സിനിമകളാണ് ഇതിൽ പ്രദർശിപ്പിക്കുക. കൈരളി, ശ്രീ, കോറണേഷൻ എന്നീ തിയേറ്ററുകളിലാണ് പ്രദർശനം. ദിവസവും 5 പ്രദർശനങ്ങളുണ്ടാവും. 2024 ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 28ാമത് IFFKയിൽ പ്രദർശിപ്പിച്ചവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ചിത്രങ്ങളാണ് ഇവിടെ കാണിക്കുക. ലോക സിനിമ വിഭാഗത്തിൽ 14, ഇന്ത്യൻ സിനിമ വിഭാഗത്തിൽ 7, മലയാളം സിനിമ വിഭാഗത്തിൽ 11, അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച 14 എന്നിവ കൂടാതെ കലിഡോസ്കോപ്പ് വിഭാഗത്തിൽ മലയാളം, ആസാമീസ് ഭാഷകളിൽ നിന്ന് ഓരോന്ന് വീതവും, ഫീമെയിൽ ഗൈഡ്സ് വിഭാഗത്തിൽ 3, ഫെസ്റ്റിവൽ ഫേവറിറ്റീസ് വിഭാഗത്തിൽ 5 എന്നിങ്ങനെയും സിനിമകളുണ്ട്. പ്രശസ്ത നടി ശബാന ആസ്മിക്ക് ആദരവായി അങ്കൂർ എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനവും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. രജിസ്ട്രേഷൻ ഓൺലൈനായിട്ടും നേരിട്ടും ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന ഡെലിഗേറ്റുകൾക്കാണ് തിയേറ്ററിൽ പ്രവേശനം. 354 രൂപയാണ് ഡെലിഗേറ്റ് ഫീസ്. വിദ്യാർത്ഥികൾക്ക് 177 രൂപ. https:/registration.iffk.in എന്ന ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. കൈരളി തിയേറ്ററിൽ സജ്ജമാക്കിയ ഡെലിഗേറ്റ് സെല്ലിലും രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11 മുതൽ രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷന് പുറമെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ കൈരളി തിയേറ്ററിൽ സ്പോട്ട് രജിസ്ട്രേഷൻ കൗണ്ടറും പ്രവർത്തിക്കുന്നു.